ഗുഡ് ഈവനിങ്. അപ്പോൾ നിങ്ങൾ എല്ലാവരുടെയും എക്സാമിന്റെ LP ആണെങ്കിലും JEE ആണെങ്കിലും ഇപ്പോൾ ടെക്നീഷ്യൻ ഗ്രേഡ് 1 ആണെങ്കിലും പ്രിപ്പറേഷൻ കാര്യങ്ങളൊക്കെ നന്നായിട്ട് പോകുന്നുണ്ടെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും ഇമ്പോർട്ടൻസ് ഓഫ് എക്സാം, അതായത് നിങ്ങൾ എഴുതുന്ന മോക്ക് എക്സാംസിനൊക്കെ അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് RRB ALPന്റെ 27ഓളം സെറ്റുകൾ ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ടാണ്. ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഞാൻ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ടോ? അപ്പോൾ അത് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടി നമ്മൾ ഒരു വീഡിയോ ചെയ്തേക്കുന്നത്. ഇപ്പൊ നമ്മൾ ഡീൽ ചെയ്തേക്കുന്ന RRB ALP ആണ്. ഇനിയിപ്പോ JEE കൂടി നമ്മൾ ചെയ്യുന്നുണ്ടാവും. ഓക്കെ. അപ്പൊ ALPന്റെ ടയർ 1 മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. ടയർ 2 കൂടി വേണമെന്നുണ്ടെങ്കിൽ താഴെ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം. ഓക്കെ. അതുപോലെ ഇനി അടുത്ത RRB JEE കൂടി നമ്മൾ സെറ്റ് ആക്കി തരുന്നുണ്ടാവും നിങ്ങൾക്ക്. അപ്പം ഇതിൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും ഇമ്പോർട്ടൻസ്. അതായത് നിങ്ങളിപ്പം ഏതൊരു എക്സാമിന് പോവുകയാണെങ്കിൽ നിങ്ങൾ കണ്ടന്റ് മാത്രം നിങ്ങൾ പഠിച്ചിട്ട് കാര്യമില്ല. അത് നിങ്ങൾ എങ്ങനെയാണ് പഠിച്ചേക്കുന്നതെന്നും, അല്ലെ, അത് നിങ്ങൾ പഠിച്ച രീതി ശരിയാണോ എന്നും, അതേപോലെ നിങ്ങൾക്ക് എവിടെയൊക്കെയാണ് നിങ്ങൾക്ക് മിസ്റ്റേക്സ് വരുന്നതെന്നും കാര്യങ്ങളൊക്കെ എന്താണ് നിങ്ങൾ അതിന് എക്സാംസ് എഴുതണം, അല്ലെ. അപ്പൊ എക്സാമിന് എന്താ വളരെ വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പൊ നമ്മളിപ്പം ചെയ്തെന്ന് വെച്ചാൽ ജസ്റ്റ് എന്താ ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സും ആണ് രീതിയിലാണ് നമ്മൾ സെറ്റ് ആക്കുന്നത്. ഓക്കെ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, കൃത്യമായിട്ട് മോക്ക് എക്സാംസ് അറ്റൻഡ് ചെയ്യാം. ഓക്കെ. നിങ്ങൾക്ക് ഇതിന് വേണമെങ്കിൽ പല ആപ്പുകളും ഉണ്ട്. പല ആപ്പുകളും നിങ്ങൾക്ക് എന്ത് യൂസ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ എന്താ കറസ്പോണ്ടിങ് ആയിട്ട് എന്താ ഇതേപോലെയുള്ള PDF കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടണം. അതൊക്കെ എന്താ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ യൂസ് ചെയ്യാം. ഓക്കെ. അപ്പോ ഇതിൽ നിങ്ങൾക്ക് എന്താ നമ്മൾ താഴെ ജസ്റ്റ് ഒരു ഗൂഗിൾ ഫോം കൊടുക്കുന്നുണ്ടാവും. ആ ഒരു ഗൂഗിൾ ഫോം ഫില്ല് ചെയ്താൽ മതിയാവും. അപ്പൊ ഇതിൽ കയറി കഴിഞ്ഞാൽ ഇതേപോലെ ഓഗസ്റ്റ് 9, 10, 13 അങ്ങനെയുള്ള ഓരോ ദിവസം 3 ഷിഫ്റ്റ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പൊ അതിന്റെ S1 S2 S3 എന്നുള്ള രീതിയിൽ തന്നെയുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആവും എന്തായാലും. അപ്പൊ അതിനുവേണ്ടി ജസ്റ്റ് ഒരു ഗൂഗിൾ ഫോം ഉണ്ട്. ജസ്റ്റ് ആ ഗൂഗിൾ ഫോം എന്ത് ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്യാം. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ജസ്റ്റ് എന്താ പറയാ, എത്ര പേര് ഇത് ഒരു PDF ഡൗൺലോഡ് ചെയ്ത് എടുത്തു എന്ന് അറിയാനുള്ള കണക്ക് അറിയാൻ വേണ്ടി മാത്രമാണ്, വേറെ ഒന്നുമല്ല. ഓക്കെ. ജസ്റ്റ് എന്താ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്താൽ മതി. അപ്പൊ ഇത് സബ്മിറ്റ് കൊടുത്ത് ഞാൻ എന്താ നിങ്ങൾക്ക് അവിടെ സ്വാഭാവികമായിട്ട് എന്താ അവിടെ ഒരു ലിങ്ക് വരുന്നുണ്ടാവും. ആ ലിങ്ക് വെച്ചിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഓക്കെ. അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ നമുക്കൊരു വീഡിയോ നമുക്ക് ഇവിടെ വൈകിട്ട് കൂടുതൽ അപ്ഡേഷൻസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ. താങ്ക് യു.